നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് വെയ്റ്റഡ് ഗ്രാഫാണ്. ഒരു ഗ്രാഫിനെ വെയ്റ്റഡ് ഗ്രാഫ് എന്ന് വിളിക്കുന്നത് ആ ഗ്രാഫിൻ്റെ ഓരോ എഡ്ജസിനും വെയ്റ്റ് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിലാണ്. അതായത് ഒരു നമ്പർ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ. ഈ തന്നിരിക്കുന്ന ഗ്രാഫിൽ V1 തൊട്ടിട്ട് V2 വരെയുള്ള വെയ്റ്റ് 4 ആണ്. ഇതിനെ ലെങ്ത് ഓഫ് ദി ഗ്രാഫ് എന്നും വിളിക്കാറുണ്ട്. V2 തൊട്ട് V3 വരെയുള്ള വെയ്റ്റ് 6 ആണ്. V3 തൊട്ട് V4 വരെയുള്ള 6 3 ആണ്. V4 തൊട്ട് V1 വരെയുള്ള വെയ്റ്റ്സ് തന്നിരിക്കുന്നത് 1 ആണ്. അപ്പോൾ ഇങ്ങനെ വെയ്റ്റ്സ് അസൈൻ ചെയ്തിട്ടുള്ള ഒരു ഗ്രാഫിനെയാണ് നമ്മൾ വെയ്റ്റഡ് ഗ്രാഫ് എന്ന് വിളിക്കുക. നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് വെയ്റ്റ് ഓഫ് ദ ഗ്രാഫ് എന്താണെന്നാണ്. ദ സം ഓഫ് ദ വെയ്റ്റ്സ് ഓഫ് ഓൾ എഡ്ജസ് ഈസ് കോൾഡ് ആസ് ദ വെയ്റ്റ് ഓഫ് എ ഗ്രാഫ്. എല്ലാ എഡ്ജസിൻ്റെയും വെയ്റ്റിൻ്റെ സമ്മാണ് ആ ഗ്രാഫിൻ്റെ വെയ്റ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഗ്രാഫിൻ്റെ വെയ്റ്റ്സ് എന്ന് പറയുന്നത് 4 + 6 + 3 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 14 ആണ്. നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഒരു പ്രോബ്ലമാണ്, ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം. ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ തന്നിരിക്കുന്ന വേർട്ടീസസ് എല്ലാം സിറ്റീസ് ആണ്. സോ സ്റ്റാർട്ട് ഫ്രം എനി വൺ ഓഫ് ദ സിറ്റി ആൻഡ് വോക്ക് ത്രൂ ഓൾ ദ സിറ്റീസ്, പാസ് ത്രൂ ഓൾ ദ സിറ്റീസ് എക്സാക്ട്ലി വൺസ് ആൻഡ് റീച്ച് ദ സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് അറ്റ് മിനിമം ഡിസ്റ്റൻസ്. അതായത് ഒരു സിറ്റിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എല്ലാ സിറ്റീസിലേക്കും ട്രാവൽ ചെയ്യുക. കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ എക്സാക്ട്ലി വൺസ് മാത്രമേ സിറ്റീസിലോട്ട് ട്രാവൽ ചെയ്യാൻ പറ്റൂ. ഇപ്പോൾ ഒരു സിറ്റിയിൽ കൂടെ ട്രാവൽ ചെയ്താൽ വീണ്ടും ആ സിറ്റിയിലേക്ക് തിരിച്ചെത്താനായിട്ട് പാടില്ല. അതേപോലെ മിനിമം ഡിസ്റ്റൻസ് കവർ ചെയ്യണം, എന്നിട്ട് സ്റ്റാർട്ട് ചെയ്ത സിറ്റിയിലേക്ക് തിരിച്ചെത്തണം. അതാണ് ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം പറയുന്നത്. പ്രോബ്ലം എന്താണെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളിതിൻ്റെ മിനിമം ഡിസ്റ്റൻസ് വെച്ച് കണ്ടുപിടിക്കാവുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ തന്നിരിക്കുന്ന ഗ്രാഫിലെ വേർട്ടീസസ് സിറ്റീസ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് പാത്ത് എഴുതി നോക്കാം. ഫസ്റ്റ് എഴുതിയിരിക്കുന്ന പാത്ത് V1, V2, V4, V6, V8, V7, V5, V3, V1 ആണ്. അങ്ങനെ എല്ലാ വേർട്ടീസസും പാസ് ചെയ്ത് തിരിച്ചെത്തിയപ്പോൾ വന്നിരിക്കുന്ന വെയ്റ്റ്സ് എന്ന് പറയുന്നത് 22 ആണ്. ഇനി അത് വെയ്റ്റ്സിൻ്റെ സമ്മാണ്. ഇനി നമ്മൾ സെക്കൻഡ് വേ നോക്കുമ്പോൾ V1, V4, V6, V8, V7, V5, V3, V2, V1. അപ്പോൾ കിട്ടിയിരിക്കുന്നതെന്ന് പറയുന്നത് 27 ആണ്. പിന്നെ നമ്മളൊരു തേർഡ് വേ കൂടി നോക്കും. V1, V2, V3, V5, V7, V8, V6, V4, V1. ഈ രീതിയിൽ വേർട്ടീസസ് വഴി പോകുമ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന വെയ്റ്റ്സ് എന്ന് പറയുന്നത് 27 ആണ്. സോ ഏറ്റവും മിനിമം ഡിസ്റ്റൻസ് കവർ ചെയ്യുന്ന വെയ്റ്റ്സ് എന്ന് പറയുന്നത് 22 ആണ്. സോ അതാണ് നമ്മൾ ചൂസ് ചെയ്യുന്ന വേ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് ഡയറക്റ്റഡ് ഗ്രാഫ്, അല്ലെങ്കിൽ അതിന് മറ്റ് പേരുകളാണ് ഓറിയൻറ്റഡ് ഗ്രാഫ്, ഡൈഗ്രാഫ് എന്നൊക്കെ. തന്നിരിക്കുന്ന ഗ്രാഫിന് ഡയറക്ഷൻസ് ഉണ്ടെങ്കിൽ അതിനെയാണ് ഡയറക്റ്റഡ് ഗ്രാഫ് എന്ന് പറയുന്നത്. അതായത് ഓർഡേർഡ് പെയറായിരിക്കും വേർട്ടീസസ്. ഇപ്പോൾ V1 നിന്ന് V3യിലേക്ക് E2 എന്ന് പറഞ്ഞ എഡ്ജുണ്ട്. അത് ആരോ കാണിച്ചിരിക്കുന്നത് V1ൽ നിന്ന് V3യിലേക്കാണ്. എന്നാൽ നമുക്ക് തിരിച്ച് V3യിലേക്ക് V1 എന്ന് പറയാനായിട്ട് പറ്റില്ല. അതായത് സ്റ്റാർട്ടിംഗ് വെർട്ടെക്സ്, ഇനീഷ്യൽ വെർട്ടെക്സും ടെർമിനൽ വെർട്ടെക്സും മാറ്റി എഴുതാനായിട്ട് പറ്റില്ല. സിമ്പിൾ ഗ്രാഫ്സിലൊക്കെ V1 തൊട്ട് V2, V2 തൊട്ട് V1 ഒക്കെ നമുക്ക് സെയിം ആയിട്ട് കൺസിഡർ ചെയ്യാമായിരുന്നു ഡയറക്ഷൻ ഇല്ലാത്ത കേസിൽ. എന്നാൽ ഈ കേസിൽ നമുക്ക് ഡയറക്ഷൻസ് വെച്ചിട്ട് മാത്രമേ എഡ്ജസ് പോകുന്നുണ്ടോ പോകുന്നില്ലയോ എന്ന് പറയാനായിട്ട് പറ്റൂ. അങ്ങനെയുള്ള ഗ്രാഫിനെ വിളിക്കുന്ന പേരാണ് ഡയറക്റ്റഡ് ഗ്രാഫ് അല്ലെങ്കിൽ ഡൈഗ്രാഫ് എന്ന് പറയുന്നത്. ഈ ഡൈഗ്രാഫിൻ്റെ ബേസിസിൽ നമ്മൾ ലൂപ്പും പാരലൽ എഡ്ജസും എന്താണെന്ന് നോക്കാനായിട്ട് പോവാണ്. ലൂപ്പ് എന്ന് വെച്ചാൽ ആൻ എഡ്ജ് വെർ ഇനീഷ്യൽ ആൻഡ് ടെർമിനൽ വെർട്ടെക്സ് ആർ സെയിം ഈസ് കോൾഡ് ആസ് എ ലൂപ്പ്. അതായത് ഇനീഷ്യൽ വെർട്ടെക്സും ടെർമിനൽ വെർട്ടെക്സും എ വെർട്ടെക്സ് ജോയിൻ ടു ഇറ്റ് സെൽഫ്, അത് രണ്ടും സെയിം ആണെങ്കിലാണ് അതിനെ ലൂപ്പ് എന്ന് വിളിക്കുക. അതുപോലെ പാരലൽ എഡ്ജസ് എന്താണെന്ന് നോക്കിയാൽ ടു ഡയറക്റ്റഡ് ഗ്രാഫ്സ് ആർ സെഡ് ടു ബി പാരലൽ ഇഫ് ദേ ആർ മാപ്ഡ് ഓൺ ടു സം ഓർഡേർഡ് പെയർ ഓഫ് വെർട്ടീസസ്. അതായത് എൻ്റെ വെർട്ടീസസ് സെയിം ആണെങ്കിൽ നമുക്കതിനെ പാരലൽ എഡ്ജസ് എന്ന് പറയാം. പക്ഷേ ഡൈഗ്രാഫ്സിൻ്റെ കേസിൽ അവരുടെ ഡയറക്ഷനും സെയിം ആയിരിക്കണം. ഇപ്പോൾ നേരത്തെ തന്നിരിക്കുന്ന ഗ്രാഫിൽ E2ഉം E7ഉം പാരലൽ എഡ്ജസ് ആണ്. കാരണം എൻ്റെ വെർട്ടീസസ് സെയിം ആണ്, V3യും V2ഉമാണ്. ഡയറക്ഷനും ഡൗൺ സൈഡിലേക്കാണ്. എന്നാൽ E5ഉം E6ഉം നമുക്ക് പാരലൽ എഡ്ജസ് ആയിട്ട് പറയാനായിട്ട് പറ്റില്ല. റീസൺ എന്താണെന്ന് വെച്ചാൽ എൻ്റെ വെർട്ടീസസ് സെയിം ആണ്, V1ഉം V4ഉം ആണെങ്കിൽ പോലും E6ൽ V1ൽ നിന്ന് V4ലേക്കും E5ൽ V4ൽ നിന്ന് V1ലേക്കുമാണ് എഡ്ജ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെ ദീസ് ടു എഡ്ജസ് ആർ നോട്ട് പാരലൽ എഡ്ജസ്.